അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ഇലക്ട്രോളിസിന്റെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ, അതായത് ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ലേ? അതിന് എക്സാമ്പിൾ പറഞ്ഞു, പിന്നെ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് റിയാക്ഷൻ പറഞ്ഞു. എന്തിന്റെ റിയാക്ഷൻ നമ്മൾ പറഞ്ഞത്? ഇലക്ട്രോപ്ലേറ്റിംഗ് ഓഫ് നിക്കൽ ഓൺ ദ സർഫസ് ഓഫ് അയൺ, ദാറ്റ് ഈസ് പ്യുവർ ഓൺ ദ സർഫസ് ഓഫ് അയൺ. അയൺ എന്ന് പറഞ്ഞാൽ മൈൽഡ് സ്റ്റീൽ കേട്ടോ. മൈൽഡ് സ്റ്റീൽ അല്ലെങ്കിൽ അയണിന്റെ സർഫസിൽ നിക്കൽ കോട്ട് ചെയ്യുക. അതിന്റെ ഡീറ്റെയിൽ റിയാക്ഷൻ ഡയഗ്രം ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി ഇലക്ട്രോളിസിന്റെ വേറൊരു ആപ്ലിക്കേഷൻ ആണെന്ത്? ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് എന്ന് പറയും. ഇലക്ട്രോളിറ്റിക് റിഫൈൻ എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കുക കേട്ടോ. ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് അതായത് ഇപ്പം നമുക്ക് അയൺ, ഇരുമ്പ് നമ്മൾ ഉണ്ടാക്കുന്നത് ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. ഹെമറ്റൈറ്റ് പറഞ്ഞാൽ Fe2O3, മാഗ്നറ്റൈറ്റ് പറഞ്ഞാൽ Fe3O4. ഇതൊക്കെ അയണിന്റെ ഓറുകളാണ് അല്ലെങ്കിൽ മിനറലുകളാണ്. അയണ് കിട്ടുന്ന ചില കോമ്പൗണ്ടുകളാണ് കേട്ടോ. അപ്പം അയൺ ഓക്സൈഡിൽ നിന്നാണ് മെയിനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ അയൺ ഓക്സൈഡിൽ നിന്ന് അയൺ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കും, Fe നമുക്ക് കിട്ടും. ഈ Fe ഉണ്ടല്ല അയൺ, അതിൽ കുറേ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. നമ്മൾ Fe2O3 ഓക്സിജനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അയൺ കിട്ടും. പക്ഷെ ഈ അയണിന് കുറേ ഇമ്പ്യൂരിറ്റി ഉണ്ട്. ആ ഇമ്പ്യൂരിറ്റി റിമൂവ് ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണെന്ന് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്? ഒരു മെറ്റലിനെ റിഫൈൻ ചെയ്യുക. റിഫൈനറി, ഓയിൽ റിഫൈനറി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പെട്രോളിയം ഓയിൽ റിഫൈനറി, പെട്രോളിയം ശുദ്ധീകരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ വേർതിരിച്ചെടുക്കുന്ന സ്ഥലം, റിഫൈൻ ചെയ്യുന്ന ശുദ്ധീകരണശാല എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് മെറ്റലിനെ ശുദ്ധീകരിക്കണം, റിഫൈൻ ചെയ്യണം. അപ്പം ഈ റിഫൈൻ ചെയ്യുന്നത് നമ്മൾ ഇലക്ട്രോളിസിസ് വഴിയായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു മെറ്റലിനെ ശുദ്ധീകരിക്കുക ബൈ ഇലക്ട്രോളിസിസ്, അതാണെന്ത്? ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എന്നാണ് കേട്ടോ. പ്രോസസ് എന്ന് ഞാൻ എഴുതിയിട്ടുള്ളൂ, അത് PDF നോട്ടിൽ ഞാൻ ശരിക്കും പറയും. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്യൂരിഫൈങ് ആൻ ഇംപ്യൂർ മെറ്റൽ ബൈ ഇലക്ട്രോളിസിസ്. അതാണെന്ത്? ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എന്നുണ്ട് അവിടെ. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്യൂരിഫൈങ് ആൻ ഇംപ്യൂർ മെറ്റൽ ബൈ ഇലക്ട്രോളിസിസ്. ഇംപ്യൂർ മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റലിന് പല ഇമ്പ്യൂരിറ്റി ഉണ്ടാവും. അപ്പം ഇംപ്യൂർ ആയിട്ടുള്ള അതായത് ഇമ്പ്യൂരിറ്റി ഉള്ള മെറ്റലിനെ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്, ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് എന്ന് പറയുന്നത്. അപ്പം ഇംപ്യൂർ മെറ്റലിനെ പ്യൂരിഫൈ ചെയ്യുക ബൈ ഇലക്ട്രോളിസിസ്, ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഇലക്ട്രോപ്ലേറ്റിംഗിൽ സുപ്പീരിയർ മെറ്റൽ നമ്മൾ ആനോഡായിട്ട് എടുക്കും, ഇൻഫീരിയർ മെറ്റൽ നമ്മൾ കാഥോഡായിട്ട് എടുക്കും. സുപ്പീരിയർ മെറ്റലിന്റെ ഒരു ഇലക്ട്രോലൈറ്റ് നമ്മൾ എന്തായിട്ട് എടുക്കും? ഇലക്ട്രോലൈറ്റ് ആയി എടുക്കും. അതേപോലെ തന്നെ ഇവിടെ ചെറുങ്ങനെ വ്യത്യാസം കേട്ടോ. ഇൻ ദിസ് പ്രോസസ് an impure metal is taken as anode. അപ്പൊ ഇവിടെ ഇംപ്യൂർ മെറ്റൽ ആനോഡ് ആയിട്ട് എടുക്കും, എ പ്യൂർ മെറ്റൽ ഈസ് ടേക്കൺ ആസ് കാഥോഡ് കേട്ടോ. അപ്പൊ ഇവിടെ രണ്ട് ഇലക്ട്രോഡ് ഉണ്ടാവും. അപ്പൊ നമുക്ക് നമുക്ക് ശുദ്ധീകരിക്കണം എന്ന് വിചാരിക്കുക അയൺ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാറ്? അയണിന്റെ ഒരു പ്യുവർ ഇലക്ട്രോഡ് ഉണ്ടാവും. അയണിന്റെ ഒരു പ്യുവർ ഇലക്ട്രോഡ് പറഞ്ഞാൽ ഒരു അയൺ ഷീറ്റ് കേട്ടോ. അപ്പൊ അയണിന്റെ ഒരു പ്യുവർ ഇലക്ട്രോഡ് ഉണ്ടാക്കും, അതായത് പ്യുവർ അയൺ മാത്രം. പിന്നെ നമ്മൾ ശുദ്ധീകരിക്കേണ്ട അയണില്ലേ, അത് ഷീറ്റാക്കി മാറ്റിയിട്ട് അതൊരു ഇലക്ട്രോഡായി മാറ്റും കേട്ടോ. അപ്പം ശുദ്ധീകരിക്കേണ്ട അയണിനെ നമ്മൾ എന്തായിട്ടാണ് എടുക്കുക? ആനോഡായിട്ടാണ് എടുക്കുക കേട്ടോ. പ്യുവർ മെറ്റൽ, അതായത് നേരത്തെ തന്നെ ശുദ്ധീകരിച്ച മെറ്റൽ കാഥോഡായിട്ട് എടുക്കും കേട്ടോ. പിന്നെ എ സൊല്യൂഷൻ ഓഫ് സോലുബിൾ സോൾട്ട് ഓഫ് സെയിം മെറ്റൽ. അപ്പൊ ഇവിടെ ആനോഡായിട്ട് എടുക്കുന്നതും ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്ങിൽ ആനോഡായിട്ട് എടുക്കുന്നതും കാഥോഡായിട്ട് എടുക്കുന്നതും ഒരേ മെറ്റലാണ് കേട്ടോ. അയണാണ് നമുക്ക് ശുദ്ധീകരിക്കേണ്ടതെങ്കിൽ രണ്ട് ഇലക്ട്രോഡ് നമുക്ക് വേണം. ഇംപ്യൂർ അയണും വേണം, പ്യൂർ അയണും വേണം. ഇംപ്യൂർ അയൺ, അതായത് ഇമ്പ്യൂരിറ്റി ഉള്ള അയൺ നമ്മൾ ആനോഡായിട്ട് എടുക്കും, പ്യൂർ ആയിട്ടുള്ള അയൺ നമ്മൾ കാഥോഡായിട്ട് എടുക്കും.
പിന്നെ അയേണിന്റെ ഒരു സോൾട്ട് നമ്മൾ എന്തായിട്ട് എടുക്കും, അയേണിന്റെ ഒരു സോൾട്ട്. അയേണിന്റെ എല്ലാ സോൾട്ടിലും അയോൺ ഡിസോൾവ് ആവില്ല കേട്ടോ. ഇലക്ട്രോപ്ലേറ്റിംഗിൽ ഞാൻ പറഞ്ഞില്ലേ സോലുബിൾ സോൾട്ടോ സുപ്പീരിയർ മെറ്റൽ എന്ന് പറഞ്ഞില്ലേ, അതായത് ഗോൾഡ് എല്ലാത്തിലും ഡിസോൾവ് ചെയ്യില്ല, ഗോൾഡിന്റെ എല്ലാ സോൾട്ടിലും ഗോൾഡ് ഡിസോൾവ് ചെയ്യില്ല. അതേപോലെ അയേണിന്റെ എല്ലാ അയൺ സൾഫേറ്റ് ഉണ്ട്, അയൺ ക്ലോറൈഡ് ഉണ്ട്, അയൺ നൈട്രേറ്റ് ഉണ്ട്, അയൺ കാർബണേറ്റ് ഉണ്ട്. അപ്പൊ എല്ലാത്തിലും അയൺ ഡിസോൾവ് ആവില്ല കേട്ടോ. അതാണ് പറഞ്ഞത് എ സൊല്യൂഷൻ ഓഫ് എ സോലുബിൾ സോൾട്ട് ഓഫ് ദ സെയിം മെറ്റൽ കേട്ടോ. അപ്പൊ ആനോടും കാഥോടും ഏത് മെറ്റലാണോ അതിന്റെ ഒരു ഇലക്ട്രോലൈറ്റ് നമ്മൾ ഒരു സോലുബിൾ സോൾട്ട് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കണം കേട്ടോ. ഓക്കെ, എക്സാമ്പിൾ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് ഓഫ് കോപ്പർ നമുക്ക് ശുദ്ധീകരിക്കാം, അതൊരു എക്സാമ്പിൾ ആണ്. ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് ഓഫ് നിക്കൽ, ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് ഓഫ് ലെഡ്, ഗോൾഡ്, സിൽവർ. അപ്പൊ ഗോൾഡ് സിൽവർ ലെഡ് ഒക്കെ നമ്മൾ ശുദ്ധീകരിക്കുന്നത് ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്, നിക്കൽ കോപ്പർ ഒക്കെ. ഓക്കെ, ഇനി നമുക്ക് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് ഓഫ് കോപ്പർ നമുക്ക് നോക്കാം, അതാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. അപ്പൊ ഇലക്ട്രോളിസിസുമായിട്ട്, ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോളിസിസ് എന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട്, അതായത് ഇലക്ട്രോലൈറ്റിക് സെല്ല് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് കോപ്പറിനെ ശുദ്ധീകരിക്കുക, റിഫൈൻ ചെയ്യുക, ശുദ്ധീകരിക്കുക. ഓക്കെ, അപ്പൊ ഇൻ ദിസ് പ്രോസസ് an impure copper is purified. അപ്പൊ ഈ പ്രോസസ്സിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ഇംപ്യൂർ കോപ്പർ, അതായത് ഇമ്പ്യൂരിറ്റി ഉള്ള അതായത് മാലിന്യങ്ങളുള്ള കോപ്പറിനെ പ്യൂരിഫൈ ചെയ്യുന്നു, ശുദ്ധീകരിക്കുന്നു. ഹിയർ ഇംപ്യൂർ കോപ്പർ ഈസ് ടേക്കൺ ആസ് ആനോഡ്. ഇംപ്യൂർ ഞാൻ പറയില്ലേ, എന്താണോ ശുദ്ധീകരിക്കേണ്ടത് അതിന്റെ ഇംപ്യൂർ ഫോം. നമുക്ക് കോപ്പർ ശുദ്ധീകരിക്കേണ്ടത് കോപ്പറിന്റെ ഇമ്പ്യൂരിറ്റി അല്ല ഉള്ളത് നമ്മൾ ആനോഡായിട്ട് എടുക്കും. പ്യൂർ കോപ്പർ ടേക്കൺ ആസ് കാഥോഡ് ആയിട്ട് എടുക്കും. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഈസ് ഇലക്ട്രോലൈറ്റ്. കോപ്പർ ഡിസോൾവ് ചെയ്യുന്ന ഒരു സോൾട്ട് ആണ് കോപ്പർ സൾഫേറ്റ്, അത് ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കും. ഇവിടെ അപ്പൊ ആദ്യം ഇങ്ങനെ പറയാം, എന്നിട്ട് പിന്നെ എടുത്ത് ആണ് ആനോഡ് ഈക്വൽ ടു ഇംപ്യൂർ കോപ്പർ, കാഥോഡ് ഈക്വൽ ടു പ്യൂർ കോപ്പർ, ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ കോപ്പർ സൾഫേറ്റ്. അതിന്റെ ഡയഗ്രം ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇത് ഇലക്ട്രോഡാണ്, അത് ഇംപ്യൂർ കോപ്പർ ആയിട്ട് എടുക്കണം. ഇംപ്യൂർ കോപ്പർ ആണ് നമ്മൾ ഈ ആനോഡായിട്ട് എടുക്കുന്നത്, അതായത് ഇവിടെ ഓക്സിഡേഷൻ ആണ് നടക്കുക, ഇവിടെ പ്യൂർ കോപ്പർ ആണ് എടുക്കുക, ഇത് കാഥോഡാണ്, കോപ്പർ സൾഫേറ്റ് ഇവിടെ എടുക്കും. പിന്നെ ഒരു സെല്ല് ഉണ്ടാവുമല്ലോ ഇലക്ട്രോളിറ്റിക് സെല്ലാണല്ലോ, അപ്പോൾ ഒരു സെല്ലും ഇതിലുണ്ടാവും, കാരണം ഇലക്ട്രിക്കൽ എനർജി കൊടുക്കണമല്ലോ. ഓക്കെ, അപ്പൊ എന്താ ഇവിടെ നടക്കുന്നത്, ആദ്യം നമുക്ക് അതിന്റെ റിയാക്ഷൻ പറയാം. ഇവിടെ നടക്കുന്ന കാര്യം ഞാൻ ഇവിടെ പറയാം. When electricity is passed through copper sulfate solution, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ദ ആനോഡ്, അതായത് ഇംപ്യൂർ കോപ്പർ അണ്ടർഗോസ് ഓക്സിഡേഷൻ. ഇംപ്യൂർ കോപ്പറിന് ഓക്സിഡേഷൻ സംഭവിക്കും ആൻഡ് കോപ്പർ 2+ അയോൺ ഫോം ചെയ്യും. നേരത്തെ പോലെ തന്നെ ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷൻ ആണ് നടക്കുക. അപ്പൊ ആർക്കാണ് ഓക്സിഡേഷൻ നടക്കുക, ഇംപ്യൂർ കോപ്പറിന് ഓക്സിഡേഷൻ സംഭവിക്കും. അപ്പോൾ കോപ്പർ 2+ അയോൺ ഉണ്ടാവും. കോപ്പർ 2+ അയോൺ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നേരെ ഇലക്ട്രോലൈറ്റിലോട്ട് പോകും. പിന്നെ ഇംപ്യൂർ കോപ്പർ ഇലക്ട്രോഡുമേൽ അതിന് നിൽക്കാൻ കഴിയില്ല കേട്ടോ. അപ്പൊ അറ്റ് ആനോഡ് ഓക്സിഡേഷൻ. അപ്പം ഇതാണ് ഇംപ്യൂർ കോപ്പറിൽ നിന്ന് കോപ്പർ 2+ കോപ്പർ എന്തായി മാറും. അവിടെ കോപ്പർ 2+ എന്നല്ല കേട്ടോ, ഇവിടെ എന്തല്ല കോപ്പർ 2+ എന്നല്ല, കോപ്പർ എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയപ്പോൾ ഇവിടെ നോക്കിയെങ്കിൽ ഇവിടെ 2+ എന്ന് പറഞ്ഞത്, ഈ 2+ ഒഴിവാക്കണം കേട്ടോ. ഇവിടെ CU എന്ന് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അത് PDF നോട്ടിൽ ഞാൻ അയക്കുമ്പോൾ അതിൽ കൃത്യതയുണ്ടാവും കേട്ടോ, അത് കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഇവിടെ CU2+ അല്ല, ആണോ? അല്ലല്ലോ, CU ആണ് ഇവിടെ CU ആണ്, 2+ ഇല്ല കേട്ടോ. അപ്പൊ CU2+ + 2 ഇലക്ട്രോൺ ആയി മാറും. ഓക്കെ, അപ്പൊ ഓക്സിഡേഷൻ ആണ്. പിന്നെ നോക്കിയാൽ അവിടെ എഴുതിയിട്ടുണ്ട് CU2+ അയോൺ ഡിസോൾവ് ഇൻടു ഇലക്ട്രോലൈറ്റ് ഡിസോൾവ് ചെയ്യും. ആൻ ഈക്വലന്റ് എമൗണ്ട് ഓഫ് CU2+ ഫ്രം ദി ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ. അത് ഇലക്ട്രോപ്ലേറ്റിംഗ് പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രോലൈറ്റിലെ കോപ്പർ 2+ അയോൺ മൂവ്സ് ടുവേഴ്സ് ദി കാഥോഡിന്റെ അടുത്തോട്ട് പോകും. ആക്സെപ്റ്റ് ഇലക്ട്രോൺ ഫ്രം ദി കാഥോഡ് എന്ന് പറഞ്ഞാൽ സെല്ലിന്റെ നെഗറ്റീവുമായി കണക്ട് ചെയ്യുന്നതാണ്. അപ്പം അവിടെ ഇലക്ട്രോണുകൾ ഉണ്ടാവും, ആ ഇലക്ട്രോണിനെ സ്വീകരിക്കും. ആൻഡ് പ്യൂർ കോപ്പർ മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സൊല്യൂഷനിൽ ഇലക്ട്രോലൈറ്റിൽ Cu2+ ആണല്ലോ ഉള്ളത് കേട്ടോ. ആ Cu2+ പ്യുവർ കോപ്പർ മെറ്റൽ, അതാണ് പ്യുവർ കോപ്പർ മെറ്റൽ, ഗെറ്റ് ഡെപ്പോസിറ്റഡ് ഓൺ ദി സർഫസ് ഓഫ് കാഥോഡ്. കാഥോഡിന്റെ സർഫസിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഇറ്റ് അണ്ടർഗോസ് റിഡക്ഷൻ. ഇവിടെ കാഥോഡായിട്ട് എടുക്കുന്നത് പ്യുവർ കോപ്പർ ആണ് കേട്ടോ. ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ആയിട്ട് എടുക്കുന്നത് കോപ്പർ സൾഫേറ്റ് കേട്ടോ. നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ശ്രദ്ധിക്കുക, ഇതാണ് ഇംപ്യൂർ കോപ്പർ. ഇംപ്യൂർ കോപ്പർ കേട്ടോ. ഇംപ്യൂർ കോപ്പർ, അത് ഇംപ്യൂർ കോപ്പർ ആണ് ഇവിടെ കണക്ട് ചെയ്തത്. ഇവിടെ ഇത് ആനോഡായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ആനോഡാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓക്സിഡേഷൻ ആണ് നടക്കുക, ഇവിടെ റിഡക്ഷൻ ആണ് നടക്കുക കേട്ടോ. അപ്പൊ എന്താ ഇവിടെ നടക്കുന്നത്? ഇലക്ട്രിസിറ്റി, ഈ സെല്ല് നിന്ന് ഇലക്ട്രിസിറ്റി വരും. ഇലക്ട്രിസിറ്റി ഇതിലൂടെ കടന്നു പോകുമ്പോൾ എന്താ സംഭവിക്കുക? നേരത്തെ പോലെ തന്നെ ഇവിടെ ആരാളുള്ളത്? ഇത് ഇംപ്യൂർ കോപ്പർ ആണ്, ഇത് പ്യൂർ കോപ്പർ ആണ് കേട്ടോ. ഇത് ഇംപ്യൂർ കോപ്പർ ആണ്, ഇത് പ്യൂർ കോപ്പർ ആണ്. അപ്പം അതായത് ആനോഡായാലും കാഥോഡായാലും കോപ്പർ മാത്രമേ ഉള്ളൂ. ഇലക്ട്രോലൈറ്റിൽ ആരാണുള്ളത്? കോപ്പർ സൾഫേറ്റ്. അപ്പൊ Cu2+ഉം SO4 ഉണ്ട്. ഇതിൽ ഓക്സിഡേഷനുള്ള സാധ്യത, പെട്ടെന്ന് ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നത് ആരാണ്? കോപ്പറാണ് കേട്ടോ. Cu2+ ഉണ്ടല്ലോ സൊല്യൂഷൻ ഉള്ളത്, അതിന് ഓക്സിഡേഷൻ സംഭവിക്കില്ല. അത് Cu2+ ആയി മാറി, ഓക്സിഡേഷൻ ഓൾറെഡി സംഭവിച്ചു. പിന്നെ SO4 ആണ്. SO4 ഓക്സിഡേഷൻ, ഇലക്ട്രോൺ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കുറവാണ്. അപ്പൊ ഇലക്ട്രോൺ വിട്ടുകൊടുക്കാൻ കഴിവ് കൂടുതൽ ഉള്ളത് ഈ ഇംപ്യൂർ കോപ്പറിലെ കോപ്പറാണ് കേട്ടോ. ഇതിനാണ് ഇലക്ട്രോൺ വിട്ടുകൊടുക്കാനുള്ള കഴിവ്. നോക്കി നിങ്ങൾ, ഇവിടെയും കോപ്പർ ഉണ്ട്. ഈ കോപ്പറിനും ഇലക്ട്രോൺ വിട്ടുകൊടുത്തൂടെ? അത് കൊടുക്കൂല. കാരണം എന്താന്ന് പറയുന്നത്, ഇവിടുത്തെ കോപ്പർ 2+ ആയി മാറിയെന്ന് വിചാരിക്കുക. അപ്പൊ 2 ഇലക്ട്രോൺ ഉണ്ടാവുമല്ലോ. ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ടാവുമല്ലോ. ഈ കോപ്പർ 2+ ആയി മാറി കഴിഞ്ഞാൽ 2 ഇലക്ട്രോൺ ഉണ്ടാവും. Cu gives Cu2+ plus 2 ഇലക്ട്രോൺ ഉണ്ടാവും. ഈ 2 ഇലക്ട്രോണും ഇവിടെ നേരത്തെ തന്നെ ഇവിടെ ഇലക്ട്രോൺ ഉണ്ട്. ആ ഇലക്ട്രോണും ഇപ്പൊ ഉണ്ടാകുന്ന ഇലക്ട്രോൺ തമ്മിൽ റിപ്പൽ ചെയ്യും. അതുകൊണ്ട് ആ റിയാക്ഷൻ ഇവിടെ നടക്കില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടുത്തെ കോപ്പർ 2+ ആയി മാറിക്കഴിഞ്ഞാൽ 2 ഇലക്ട്രോൺ ഉണ്ടാവും. ആ ഇലക്ട്രോൺ ആര് സ്വീകരിക്കും? ഇവിടെ പോസിറ്റീവ് ആണല്ലോ, അത് സ്വീകരിക്കും. അത് സ്വീകരിച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഇങ്ങനെ പോയി ഇങ്ങോട്ട് വരും കേട്ടോ. ഇവിടുന്ന് ഇലക്ട്രോൺ ഇങ്ങനെ ഇങ്ങോട്ട് പമ്പ് ചെയ്യുക ചെയ്യുക, ഇവിടുന്ന് ഇലക്ട്രോൺ അങ്ങോട്ട് വലിച്ചെടുക്കുക ചെയ്യുക. അപ്പൊ ഇവിടെ ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ അതിനെ ഈ ഇലക്ട്രോഡ് സെല്ല് വലിച്ചെടുക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഓക്സിഡേഷൻ നടക്കുള്ളൂ. അപ്പൊ ഇവിടുന്ന് ഇംപ്യൂർ കോപ്പറിലെ കോപ്പർ Cu2+ ഓക്സിഡൈസ് ചെയ്തിട്ട് Cu2+ ഉണ്ടാവും. Ce2+ ആയി കഴിഞ്ഞാൽ അത് ഇലക്ട്രോഡ് നിൽക്കൂല, അത് സൊല്യൂഷനിലോട്ട് വരും. അതേ സമയം തന്നെ ഇലക്ട്രോലൈറ്റിലെ Cu2+ എന്ത് ചെയ്യും? ഇവിടെ വന്നിട്ട് ഇലക്ട്രോൺ സ്വീകരിക്കും. നമ്മൾ രണ്ടും ഒരേ സമയത്താണ് ഇലക്ട്രോപ്ലേറ്റിംഗിൽ പറഞ്ഞില്ലേ. അപ്പൊ സൊല്യൂഷനിലുള്ള കോപ്പർ സൾഫേറ്റിലുള്ള Cu2+ അത് പ്യുവർ ആയിരിക്കും. അത് ഇവിടെ വന്നിട്ട് ഇലക്ട്രോൺ സ്വീകരിച്ച് ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്യും. Ce2+ ഇലക്ട്രോൺ സ്വീകരിച്ചാൽ കോപ്പർ ആറ്റായി മാറി, പിന്നെ അത് സൊല്യൂഷനിലോട്ട് പോകില്ല. അപ്പൊ ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്യും കേട്ടോ. അപ്പൊ എന്താ ഇവിടെ സംഭവിക്കുക? കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ കംപ്ലീറ്റ് ഇംപ്യൂർ കോപ്പറിലെ കംപ്ലീറ്റ് കോപ്പറും ഓക്സിഡൈസ് ചെയ്യും. അതേ സമയം തന്നെ ഇലക്ട്രോലൈറ്റിലെ കംപ്ലീറ്റ് കോപ്പർ ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്യും. ഓക്കെ. പിന്നെ ഇവിടെ ഉള്ള ചെളി ഉണ്ട്, അല്ല ഇമ്പ്യൂരിറ്റി ഉണ്ട്, അത് ഇവിടെ കണ്ടില്ലേ, ആനോഡിന്റെ അടിയിൽ ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്യും. ഇമ്പ്യൂരിറ്റീസ് കേട്ടോ. ഇത് നമ്മൾ ആനോഡ് മഡ് എന്നാണ് പറയുന്നത്. മഡ് എന്ന ചളി കേട്ടോ, ഇമ്പ്യൂരിറ്റീസ് അതാണ് കേട്ടോ. അപ്പൊ അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ എന്താ നടക്കുന്നത്? ആനോഡിന്റെ ഓക്സിഡേഷൻ സംഭവിക്കും. എന്നിട്ട് കോപ്പർ 2+ ആയി സൊല്യൂഷനിലോട്ട് വരും. അതേ സമയം തന്നെ സൊല്യൂഷനിലുള്ള കോപ്പർ 2+ ഇലക്ട്രോൺ സ്വീകരിച്ചിട്ട് ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്യും. ഓക്കെ. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ ദി കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ദ ആനോഡ്, അതായത് ഇംപ്യൂർ കോപ്പർ അണ്ടർഗോസ് ഓക്സിഡേഷൻ ആൻഡ് കോപ്പർ 2+ അയോൺസ് ആർ ഫോംഡ് കേട്ടോ. അറ്റ് ആനോഡ് ഓക്സിഡേഷൻ ഇങ്ങനെ എഴുതണം കേട്ടോ. ഇവിടെ Cu2+ അല്ല, Cu ആണ്. Cu ഓക്സിഡൈസ് ചെയ്തിട്ട് Cu2+ഉം 2 ഇലക്ട്രോണുമായി മാറും. The Cu2+ ion dissolve into the electrolyte. അങ്ങനെയല്ലേ, Cu2+ dissolve ചെയ്യും ഇലക്ട്രോലൈറ്റിൽ. An equivalent amount of Cu2+ from the electrolytic solution, അതായത് കോപ്പർ സൾഫേറ്റ്, moves towards the cathode. It accepts electron from the cathode. പിന്നെ പ്യൂർ കോപ്പർ മെറ്റൽ കാഥോഡിന് അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ Cu2+ പ്യൂർ ആണ്, അതാണ് പ്യൂർ കോപ്പർ മെറ്റൽ ഗെറ്റ് ഡിപ്പോസിറ്റഡ് ഓൺ ദ സർഫസ് ഓഫ് കാഥോഡ്. കാഥോഡ് ആണ് പ്യൂർ കോപ്പറിൽ.
ഇറ്റ് അണ്ടർഗോസ് ഓക്സിഡേഷൻ. അപ്പോൾ ഡിപ്പോസിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ റിഡക്ഷൻ സംഭവിക്കാം.